خلق الله أبانا آدم من حمأة طين سواه وبث به روحا سر من أسرار الله علمه الأسماء جميعا سبحان العاطي بعطاء أسكنه في الجنة لكن إبليس الخادع أغواه فأنزله الله إلى الأرض ليعمرها ويعيش قضاء أنزله الله إلى الأرض ليعمرها ويعيش قضاء خلق الله أبانا آدم من حمأة طين سواه وبث به روحا سر من أسرار الله خلق الله أبانا آدم من حمأة طين سواه وبث به روحا سر من أسرار الله. ചൈന സന്ദർശിച്ച് ഇസ്ലാമിക പ്രബോധനം നടത്തിയ സഹാബി വര്യൻ സഅദ് ഇബ്നു അബി വഖാസിന്റെ മക്ബറയും ചേർന്നുള്ള പള്ളിയും പ്രാർത്ഥനയ്ക്കായി തുറന്നു നൽകിയിരുന്നു. മതരംഗത്തെ മാറ്റത്തിൽ ചൈനീസ് മുസ്ലിങ്ങൾ ആശ്വാസം കൊള്ളുന്നു. ചൈനയിലെ മുസ്ലിം പാരമ്പര്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ശേഷം മക്ബറ സിയാറത്ത് പതിവാണ്. യാസീനോദി പ്രാർത്ഥിക്കുന്നവരുടെ വൻനിര തന്നെ കാണാം. ചൈനീസ് ഭാഷയിലുള്ള മതഗ്രന്ഥങ്ങൾ പള്ളികളിൽ ദൃശ്യമാണ്. ചൈനയിലെ മുസ്ലിങ്ങൾ പ്രവാചക പാരമ്പര്യത്തിന്റെ വഴിയെ പുതുജീവനോടെ മുന്നേറുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ച് നിലനിൽക്കുന്ന സഅദ് ഇബ്നു അബി വഖാസ് മഖാം ചൈനയുടെ ആത്മീയ സാന്നിധ്യമാണ്. മനുഷ്യ സംസ്കാരം പിച്ചുവെച്ചു തുടങ്ങിയത് ഈജിപ്തിൽ നിന്നാണ്. തിരുനബിയുടെ ഇഷ്ടഭാജനമായിരുന്ന പുന്നാരമോൻ ഒന്നുറക്കെ കരയുമ്പോഴേക്ക് ലോകത്തിന്റെ നായകനായ തിരു റസൂൽ ആ പുന്നാരമോനെ വാരിയെടുത്ത് ഉമ്മവയ്ക്കുമായിരുന്നു. നിസ്കാരത്തിൽ സുജൂദിലായിരിക്കെ ഒരിക്കൽ പേരമകൻ ഹുസൈൻ നബിയുടെ തോളിൽ കയറിയിരുന്നു. അവന്റെ ആവശ്യം കഴിയട്ടെയെന്ന് കരുതി ഞാൻ സുജൂദ് ദീർഘിപ്പിച്ചുവെന്നാണ് പുണ്യ റസൂൽ ഇതേപ്പറ്റി പറഞ്ഞത്. എന്നാൽ ആ വാത്സല്യവും സ്നേഹവും അറിയാത്ത ദുഷ്ടന്മാർ
നബിയുടെ പേരമക്കളുടെ രക്തത്തിൽ കൈകഴുകി. 4ാം ഖലീഫയ്ക്ക് ശേഷം മുആവിയയുടെ ഭരണമായിരുന്നു. ശേഷം രാജ്യസാരഥ്യമേറ്റത് അനർഹനായ യസീദ്. അയാളെ അംഗീകരിക്കാൻ ഇമാം ഹുസൈൻ തയ്യാറായില്ല. ഹിജ്റ 61 കർബലയിൽ യസീദിന്റെ പട്ടാളം നബി കുടുംബത്തെ കൂട്ടക്കശാപ്പ് ചെയ്തു. ഇമാം ഹുസൈനിന്റെ ശരീരം അംഗവിച്ഛേദം ചെയ്തു. ശിരസ്സറുത്ത് യസീദിന് സമ്മാനിച്ചു. ആ തിരുശരീരഭാഗങ്ങൾ പലതും കർബലയിൽ തന്നെ മറവ് ചെയ്യുകയായിരുന്നു. തലഭാഗം ഫലസ്തീനിലെ അസ്കലാനിയയിലായിരുന്നു ഖബറടക്കപ്പെട്ടത്. എന്നാൽ ഹിജ്റ 548 ഫ്രഞ്ച് ആക്രമണത്തിൽ വിശുദ്ധ ശിരസ് നഷ്ടപ്പെടാതിരിക്കാൻ കെയ്റോയിലേക്ക് കൊണ്ടുവരികയായിരുന്നുവെന്നാണ് പ്രബലാഭിപ്രായം. അഫ്ളു ബിൻ അമീറുൽ ജയ്ഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ആ വിശുദ്ധ ശിരസ് അടക്കം ചെയ്ത കബറിടം ലോക മുസ്ലിങ്ങളുടെ സന്ദർശന കേന്ദ്രമാണ്. അൽ അസ്ഹർ പള്ളിയുടെ നേരെ എതിർഭാഗത്താണ് ഇമാം ഹുസൈൻ പള്ളിയും മഖാമും. ആത്മീയ പ്രഭാവം മുറ്റിനിൽക്കുന്ന മക്ബറ. താഴികക്കുടത്തിന് മുകളിൽ ദിവ്യജ്യോതിസിന്റെ സാന്നിധ്യമെന്നോണം പ്രകാശം വർഷിക്കുന്നു. ആളുകൾ തിരക്കുകൂട്ടി മക്ബറയിലെത്തുന്നു. കരഞ്ഞും പറഞ്ഞുമുള്ള ഖുർആൻ പാരായണങ്ങൾ. ദുഃഖഭാരമിറക്കിവെക്കുന്ന ആബാലവൃദ്ധം ജനങ്ങൾ. താഴികക്കുടത്തിന്റെ ഉള്ളിൽ സ്വർണ്ണലിപിയിൽ ഖുർആൻ വചനങ്ങൾ, സ്വലാത്തുകൾ, അഹ്ലുബൈത്തിന്റെ പ്രകീർത്തനങ്ങൾ എന്നിവ കൊത്തിവെച്ചിരിക്കുന്നു. സിയാറത്തിനെത്തുന്ന സ്ത്രീകൾക്ക് പ്രത്യേകം സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ. മക്ബറയുടെ പരിസരത്തുള്ള പ്രത്യേക മുറിയിൽ തിരുനബിയുടെ പുണ്യശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രവാചകരുടെ ഖമീസ്, സുറുമക്കോലുകൾ, വടികഷണം, വിശുദ്ധ കേശം, വാൾ എന്നിവയാണ് ഇവിടെയുള്ളത്.